വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ പിന്നെ കളിക്കുകയാണ് മൈൻക്രാഫ്റ്റ്. അപ്പം ഇന്ന് മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഡാമേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് OP ലൂട്ട് കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷേ ആ പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. അപ്പം ഈ മോഡിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, അപ്പോഴേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കമൻ്റായിട്ടും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അപ്പം നമുക്കിത് ട്രൂ ആണെന്ന് നോക്കാം. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്, കാരണം മോസ്റ്റ് ഓഫ് ദി മോഡ്സ് ഇപ്പോൾ ഓൾഡ് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് നല്ല വർക്കിംഗ് മോഡ്സ് വേണമെങ്കിൽ അത് ഭയങ്കര റിസർച്ച് ചെയ്ത് കിട്ടിയാലേ വരും. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ. അപ്പം ഞാനിവിടെ ഒത്തിരി ഡെഡ് ബ്ലോക്സ് വെച്ചു. ഇനി എനിക്ക് ഡാമേജ് ആകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓ, എനിക്ക് കിട്ടി. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇറ്റ്. ഓക്കെ, ഒരു അഴുക്ക് എൻചാൻമെൻറ്റ് ബുക്ക് കിട്ടി. ഓ, 5 അയൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് കൂളാണ്. എനിക്കൊന്ന് മോബ്സിനെ ഡാമേജ് ചെയ്യാൻ അവരുടെ നിന്നും നമുക്ക് നല്ല OP ഐറ്റംസ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് OP ഐറ്റംസ് ഒന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ഡാമേജ് ആയാൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്ക് വില്ലേജ് കിട്ടിയേ. ഞാൻ സീഡൊന്നും ഉപയോഗിച്ചില്ലായിരുന്നു. അപ്പം നമുക്ക് പോയി നോക്കാം. എനിക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് അയൺ കുളത്തിനെയാണ്. ബിക്കോസ് വില്ലേജിൽ നമുക്ക് ഡാമേജ് ചെയ്യാൻ പറ്റുന്നവ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ എൻഡ്രൈനെ ഡിഫീറ്റ് ചെയ്യും, ഗെയിമിനെ ബീറ്റ് ചെയ്യും. പക്ഷേ അത് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. നമുക്ക് ഡാമേജ് കൊണ്ട് കിട്ടുന്ന ഐറ്റംസ് വെച്ച് മാത്രം. ഹലോ, ഓ, TNT കിട്ടി. വുഡ്ലാൻഡ് മെൻഷൻ, വാട്ട് ദ ഹെൽ. എനിക്കൊരു ഹെഡ് കിട്ടി. ഓക്കെ, ഞാൻ ചാവുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഓടി വരേണ്ടി വരും. രക്ഷിക്കുക. ആക്ച്വലി അതിനേക്കാളും ഭയങ്കര സ്ലോയാണ്. ഓക്കെ, ഈ ആനിമൽസ് ഭയങ്കര അല്ലയാ. അതിനേക്കാളും വരുമ്പോഴത്തേക്ക് നോക്കി ജസ്റ്റിനകത്ത്. ഓ, പിന്നെ എനിക്ക് ലൂർ 1 ആദ്യം കിട്ടി. അപ്പം പോടാ. ഓക്കെ, ഞാൻ മരിച്ചു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടി? കോൾ കിട്ടി, ഗോൾഡൻ ആപ്പിൾ കിട്ടി, അത് നല്ലതാണ്. ഇത് വെച്ചോ. TNT വെച്ചേക്കാം. ഇതെവിടെ വെച്ചോ. എനിക്ക് വെക്സ് ആർമർ ട്രിം ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് മിണ്ടായിരിക്കുമോ? വെയിറ്റ് എ സെക്കൻഡ്. അൺബ്രേക്കിംഗ് 3 ഡയമണ്ട് ഹോ, ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് എഫിഷ്യൻസി 5. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, നിങ്ങളിത് കണ്ടായിരുന്നോ? കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ടൂൾസിൻ്റെ ഹെൽത്ത് കുറഞ്ഞ് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് പോയിന്റ് വെച്ച് നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാം. അൺബ്രേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തവണ ഒരു പിക്കാക്സ് കൊണ്ട് ഒരു സാധനം മൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്ത് പോകും. പക്ഷേ അൺബ്രേക്കിംഗ് 3 വെക്കുകയാണെങ്കിൽ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ മൈൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു ഹെൽത്ത് പോകുന്നത്. പക്ഷേ ഇത് രണ്ടും ഉണ്ട്, അൺബ്രേക്കിംഗ് 3 ഉണ്ട്, മെൻഡിങ്ങും ഉണ്ട്. പക്ഷേ ഇത് കർസ് ഓഫ് വാനിഷിംഗ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ചത്തു കഴിഞ്ഞത് എൻ്റെ വാനിഷായി പോവും. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മെൻഡിങ് ആൻഡ് അൺബ്രേക്കിംഗ് ഒരുമിച്ച്. ഓക്കെ, എനിക്ക് കോപ്പർ ബ്ലോക്ക് കിട്ടി. ഓ, ഇത് ബ്രീസ് റോഡ്. ഓക്കെ, ഞാൻ ചത്തു. കുഴപ്പമില്ല, നമ്മുടെ റെസ്പോൺ ഉണ്ട്. അപ്പം എനിക്കൊന്ന് ഓരോ മോബിനും ഡാമേജ് കിട്ടുമ്പോൾ ഓരോ ഐറ്റംസ് കിട്ടാനാണ് സാധ്യത. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. അതിൻ്റെ ഡയമണ്ട് ടൂൾസ് എന്ത് ചെയ്യും? What the hell? Where is my diamond shovel? എൻ്റെ ഷവൽ എന്ത്? എൻ്റെ ഷവൽ. ഓക്കെ, എൻ്റെ ഗോൾഡൻ ആപ്പിൾ ഇവിടെ ഉണ്ട്. പക്ഷെ എൻ്റെ ഷവൽ, ഹലോ, എൻ്റെ ഷവൽ എന്ത്? അറിയില്ല ഗൈസ്, എൻ്റെ ഷവൽ എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ഷവൽ എന്ത്? ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ് പോയിന്റ് പെട്ടെന്ന് കളക്ട് ചെയ്യാം. പക്ഷേ ഇതിന് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്തോ ചെയ്യും. ഗൈസ്, ഞാൻ എക്സ്പീരിയൻസ് എല്ലാം ബോട്ടിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് അവരെ പെട്ടെന്ന് കളക്ട് ചെയ്യാം.
ഓക്കെ, പിന്നെ നിങ്ങൾ പറയുക മൈൻക്രാഫ്റ്റിൻ്റെ ഈ ഇപ്പം മോബ്സ് അലയ്ക്കുന്ന ആ സൗണ്ടൊക്കെ വളരെ കൂടുതലാണെങ്കിൽ പറയുക, ഞാൻ അത് കുറച്ചിട്ട് ഇനിയും തൊട്ടുള്ള വീഡിയോ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മളിനി ഡ്രൗൺ ആയിട്ട് എന്ന് വെച്ചാൽ വാട്ടറിൽ ഡ്രൗൺ ആയിട്ട് ഓക്സിജൻ തീരുമ്പോഴുള്ള ഡാമേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് എന്ത് ടൈപ്പ് ഐറ്റംസ് കിട്ടും നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പോർക്ക് ചോപ്പിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ മരിക്കാതെ നോക്കാം, കാരണം അയങ്കോളത്തിന് മരിക്കാൻ വലിയ രസമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ ഇതെന്തോ ഓക്കെ ഓക്കെ എനിക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ 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 ഞാൻ മരിക്കാറായി. ഒരു ഗോൾഡൻ ആപ്പിൾ തന്നെയാണ് നമുക്ക്. ഓക്കെ, നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കാം. ഓ ഓ ഓ മെൻറ്റിങ് ഫയർ പ്രൊട്ടക്ഷൻ ഇട്ടേക്കാം. ഒരു സോഡ് കിട്ടി, ഷാർപ്നെസ് 4 ആൻഡ് നോക്ക് ബാക്ക്. നല്ല സാധനം കിട്ടി. ഓ മൈ ഗോഡ്, പ്രൊട്ടക്ഷൻ 4, മെൻറ്റിങ്ങിൻ്റെ നെതറൈറ്റ് ചെസ്റ്റ് പ്ലേറ്റ്, നെതറൈറ്റിൻ്റെ ബ്ലോക്സ്. ഗായ്സ് ഇത് വളരെ ഓവർ പവർഡ് ആണ്. അപ്പം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളഞ്ഞേക്കാം. വീക്ക്നെസ്സിൻ്റെ പോർഷൻ എനിക്ക് വേണ്ട, പിന്നെ ഒരു വീക്ക്നെസ്സിൻ്റെ പോർഷൻ. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും ഇത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സൈഡ് ടൂൾ ടിപ്സ് വെച്ചായിരുന്നു, പക്ഷെ അത് വർക്കാവാൻ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് മൊബൈൽ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡിൽ നെതറൈറ്റ് ബ്ലോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതത്തോടെ ഇത് കാണിക്കുന്നുണ്ട്, ഞാൻ സോഡത്തോടെ സോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കീബോർഡ് മൗസ് ആക്കി. ഇനി ഞാൻ ഇൻവെൻ്ററി തുറന്നിട്ട് എനിക്കിവിടെ വെച്ചേ കാണത്തുള്ളൂ, കാരണം ഇത് മൊബൈൽ ടച്ച് സ്ക്രീൻ മോഡിൽ മാത്രമേ വർക്കാവുന്ന മോഡ്. അപ്പം നിങ്ങളും OTG പ്ലെയർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല, പക്ഷെ ഞാൻ മിക്കവാറും മൊബൈലിൽ ടച്ച് സ്ക്രീനിൽ കളിക്കുന്നതുകൊണ്ട് എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഗോൾഡൻ ആപ്പിൾ കിട്ടി. ഇനി സ്ട്രോങ് ഹോൾഡിൻ്റെ ലൈബ്രറിയിലെ ചെസ്റ്റാണ്, അപ്പോൾ എൻ്റെ എന്ത് കിട്ടും നോക്കാം നമുക്ക്. ഓക്കെ, നല്ലതൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഡാമേജ് കിട്ടും ഗൈസ്, നിങ്ങൾ പറയൂ. ഇനി എനിക്കെങ്ങനെ ഡാമേജ് കൊണ്ട് പുതിയ ഐറ്റംസ് കിട്ടും? അപ്പോൾ ഞാൻ വാട്ട് ദ ഹെൽ, അയൺഗോളം എന്തിനാണ് അവിടെ പോയത് ഗൈസ്? നമുക്ക് ഈ അയൺഗോളത്തിനെ കൊല്ലല്ലേ. ഓക്കെ ഗൈസ്, അയൺഗോളം ചത്തിരിക്കുന്നു. നമ്മുടെ ഹങ്കർ ബാർ കുറയുവാണ്, കുഴപ്പമില്ല, ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടെ പോവാം, എന്നിട്ട് വില്ലേജേഴ്സിനോട് കുറച്ച് ബാറ്റിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അറ്റാക്ക് മീ, യേ. ഓക്കെ, ഫ്ലെയിമിൻ്റെ ഒരു എൻചാൻമെൻറ്റ് ബുക്ക് കിട്ടി, ഇതും എനിക്ക് വേണ്ട. ആക്ച്വലി ഓക്കെ 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 എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടി ഗൈസ്. ബട്ടർഫ്ലൈ ക്ലിക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഇവിടെ നോടാം. ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. ഓക്കെ, അപ്പം ഞാൻ അവിടെ സക്സസ്ഫുള്ളി എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് പോർക്ക് ചോപ്പ് വേണ്ട. എന്തിനു ഇവർ ഈ പോർക്ക് ചോപ്പ് എല്ലാ മോബ്സും തരുന്നത്? ഓക്കെ, ഇത് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയെന്നപ്പം ഗൈസ്? മൈ ഗോഡ്, ത്രോൺസ് ഇതിലുണ്ട്, പക്ഷേ ഇത് കർസ് ഓഫ് ബൈൻഡിങ്. അപ്പോൾ നമുക്ക് ഇതിടാം. ഓക്കെ, നെതറൈറ്റ്സ് കൂടെ ആക്ച്വലി അഴുക്കാണ്. ഇതാണ് ഓ ഗൈസ്, ഇത് നല്ല പവർഫുള്ളാണ്. കർസ് ഓഫ് വാനിഷിങ് ഉണ്ട്, അതേ ഉള്ളൂ എൻ്റെ പ്രോബ്ലം. ട്രൈഡൻറ്റ്, ഇംബേല്, ഓക്കെ ഇതും നല്ല സാധനമാണ്. നമുക്ക് ഈ ഇത്ര എമറാൾഡ് ഇവിടെ നിന്ന് മാറ്റി വെക്കാം. പോർഷൻ ഓഫ് വീക്ക്നെസ് ഇവരെന്തോ തരിക. എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. ഓ ഗൈസ്, ഭയങ്കര OP ഐറ്റംസ് കിട്ടുന്നത്. ചില കർസൽ ഐറ്റംസ് കിട്ടുന്നു, ചില OP ഐറ്റംസ് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ ഈ മോഡ് വളരെ നല്ലതാണ്. നിങ്ങൾക്കിപ്പം ഫണ്ണായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് വളരെ എൻജോയബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ലോയൽറ്റി ആണ് തിരിച്ചു വരണം. ഓക്കെ, എവിടെ ഇടിച്ചു? ഗൈസ്, ഇനി ബോയിൻ്റെ പവർ നോക്കാം നമുക്ക്. ഈ ടെക്സ്റ്റ് ഇങ്ങനെ മുന്നേ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലാം. ഓക്കെ, ഞാൻ ഫുൾ ചാർജും പോലും ചെയ്തില്ല, ഞാൻ വെറും ഒറ്റ
സെക്കൻഡ് ഒന്ന് പിടിച്ചോളൂ. ഇനി ഫുൾ ചാർജ് ചെയ്യാം നമുക്ക്. ഫുൾ ചാർജ് വൺ ഷോട്ടായി. ഓക്കെ, രാത്രിയായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കെലിറ്റനെ കൊല്ലാം. ഓക്കെ, നമുക്ക് സ്കെലിറ്റനെ നിന്ന് ഡാമേജ് കൊണ്ടുപോക്കാം. എന്നിട്ട് അവൻ എന്ത് ഐറ്റം തരും നോക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഇത് ഇത്രയും രസമുള്ളതല്ല സത്യം പറഞ്ഞാൽ. ഇത് ഇൻഫിനിറ്റി ഇല്ല. ഓക്കെ, എനിക്കൊരു നല്ല ക്രോസ് ബോ കിട്ടി, പക്ഷെ ആവശ്യമില്ല. ദി പ്രൊട്ടക്ഷൻ 4 എനിക്കിതാ ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇത് വെക്കാം. ഓക്കെ ഗൈസ്, ഇനി എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഓക്കെ, ക്രീപ്പർ 0 ഡാമേജ്. ക്രീപ്പർ വാട്ട് ദ ഹെൽ ഗൈസ്, എനിക്ക് ഡയറക്റ്റ്ലി എൻ പോർട്ടലിൻ്റെ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഓ നോ ഗൈസ്, ആ ക്രീപ്പർ വന്നുകൊണ്ട് ഞാൻ തെറ്റായിട്ട് ഇതിനെ വെച്ചു. നമുക്ക് ഇനി മൈൻഡ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആരാണ് എന്നെ ഡാമേജ് ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ. അപ്പം നമുക്ക് ഇനി എന്തോ ചെയ്യാൻ പറ്റും. ചേട്ടാ, എനിക്ക് പോർച്ചോപ്പ് വേണ്ട. നമുക്ക് നെതറിൽ പോയാലോ? എൻ്റെ ഒബ്സിഡിയൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെതറിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യട്ടെ. അത്രയും നേരം നിങ്ങൾ വെയിറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ചിന്തിക്കാനും പോലും പറ്റില്ല എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന്. ഞാനിപ്പോൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് കിട്ടാൻ വളരെ പാടായിരുന്നു. ഓക്കെ, ഇത് വർക്കാവാത്ത ഞാൻ ഉണ്ടാക്കി ശരിയായില്ലേ? പക്ഷേ ഗൈസ്, നിങ്ങൾ പറയുക, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇവിടോട്ട് കയറി നിൽക്കാം. ഓക്കെ, എനിക്ക് തോന്നിയ വുഡ് കാരണം എന്തെങ്കിലും സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴും വർക്കാവുന്നില്ല. ഈ വുഡും പൊട്ടിച്ച് നോക്കാം. ഇനി വർക്കാവോ? ഓക്കെ, ഓ മൈ ഗോഡ്, ഞാൻ ഉണ്ടാക്കിയ തെറ്റാണ്. എൻ്റെ കയ്യിൽ ഒബ്സിഡിയൻ തീർന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഒത്തിരി ഗ്രൈൻഡ് ചെയ്തു. രാത്രിയിൽ നിന്ന് രാവിലെയായി ഞാൻ ഇത്രയും ഗ്രൈൻഡ് ചെയ്തു. എനിക്ക് അങ്ങനെ അവസാനം കുറച്ച് ഒബ്സിഡിയൻ കിട്ടി. അപ്പം നമുക്ക് ഇന്നെ കുറച്ച് നല്ല സ്ഥലത്തുണ്ടാക്കാം. അപ്പം ഒന്നിവിടെ, അതാരവിടെ അങ്ങനെ ഒബ്സിഡിയൻ വെച്ച്? ഞാനില്ല, ഞാനിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോയത്. മാറി നിൽക്കാം അങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഒന്ന്, എന്നിട്ട് ഇവിടെ ഒന്ന്, എന്നിട്ട് ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരെണ്ണം കൂടെ, എന്നിട്ട് ഇവിടെ. ഓക്കെ ഗായ്സ്, എനിക്ക് തോന്നുന്നു ഇനി ഇത് വർക്കാവുന്നു. അപ്പം നമ്മുടെ വർക്കായി. പിന്നെ എനിക്ക് എൻജാൻഡ് ഗോൾഡൻ ആപ്പിളും കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു എലൈട്രയും കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോ എന്ന് എനിക്കറിയില്ല. എലൈട്ര കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്പീഡിൻ്റെ പോർഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കളയാതെ സ്പീഡ് പോർഷൻ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നെതറിലോട്ട് പോകാം ഗായ്സ്. ഓക്കെ, നല്ല സ്പോൺ കിട്ടണേ പ്ലീസ്. ഓക്കെ, ക്രിംസൺ ഫോറസ്റ്റ് ആയിട്ട്. ഓനോ എൻ്റെ കയ്യിൽ ഗോൾഡിൻ്റെ എൻ്റെ വുഡും ഇല്ല. ഓക്കെ, ഉമ്മാരെന്നെ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഗോൾഡ്. ഓക്കെ, gold. Oh no. ഓക്കെ ഗൈസ്, ഇത് വല്ലാത്ത സോക്കേട് ഈ ഗാസ്റ്റിന്.
നോ, എനിക്ക് ആക്ച്വലി അത് വേണമായിരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് വുഡ് മൈൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കിനി വുഡ് കിട്ടണേ. ബുക്ക് ഷെൽഫ്, സ്റ്റേക്ക്, ഇത് വേണ്ട. ഓക്കെ, നമുക്കിത് കിട്ടി. ഓക്കെ, okay, what the hell? Even just ഓക്കെ, ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ എൻ്റെ ഡയമണ്ട് ആർമർ എടുത്തിട്ട് ചേട്ടാ ഇതെന്ത് ശല്യ. ഒമാരെ എല്ലാം തകർക്കേണ്ടി വരും ഗായ്സ്. ഓക്കെ, കഴിഞ്ഞു. ബെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഉമ്മാർ എന്നെ പോർട്ടലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ ഗൈസ്, എനിക്കൊന്നും വയ്യ. ആക്ച്വലി ഞാനൊരു ഗോൾഡൻ ആപ്പിൾ കഴിക്കും, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നങ്ങ് പോകും ഗൈസ്. ആക്ച്വലി ഇതെനിക്ക് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇച്ചിരി ഡാമേജായി, എനിക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിനി ശാന്തമായി വിട്ടിരുന്ന് കുറച്ച് ബ്ലോക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഇനി ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്ക് വേണം. ഓക്കെ, ഇതിപ്പം ഇത്ര ഐറ്റംസ് ഉള്ളത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഇൻവെൻ്ററി ഫുള്ളായിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട് ഈ സാധനങ്ങൾ. സോ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് കുറച്ച് TNT വെച്ചിട്ട് ഇവിടെയൊക്കെ രക്ഷിക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവനെയും കൊല്ലേണ്ടി വരും. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ വെക്കുക. എനിക്ക് പെട്ടെന്നൊരു ആർമർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെ ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഞാൻ what the hell. ഓക്കെ, എനിക്കിത് പെട്ടെന്ന് ഇടേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ആർമർ ഇടേണ്ടി വരും. ഒരു 5 ഗോൾഡൻ ആപ്പിളും കഴിക്കാം. ഈ ക്രോസ് ബോ എനിക്ക് ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്കൊരു ഫോർട്രസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫോർട്രസ് ഇനി എവിടെ? ആക്ച്വലി എൻ്റെ റോക്കറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് പോകുമായിരുന്നു. ഓക്കെ, എവിടെ നിന്ന് ഈ ഗസ്റ്റഡ് നടക്കുന്നത്? ഞാൻ ഇതിൻ്റെ കറക്റ്റ് നടുക്ക് നിൽക്കാം. പിന്നെ ലോഞ്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതെന്നെ ഒട്ടും ലോഞ്ച് ചെയ്തില്ല ആക്ച്വലി. ഓക്കെ, ഈ ലെവൽ എന്തോ ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പ്ലീസ് എന്നെ ഒന്ന് എത്തിക്കുക അവിടം വരെ. എനിക്ക് ഫയർ പ്രൊട്ടക്ഷൻ്റെ ബുക്ക് വേണ്ട. ഇനി എനിക്കൊരു ഫോർട്രസ് കണ്ടുപിടിക്കണം. ഹലോ ബേബി സ്ട്രൈഡർ. ഇത്ര നോക്കുന്നേ. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആക്ച്വലി എനിക്ക് ഫയറുകൾ ഡാമേജ് ആവത്തില്ല, എൻ്റെ ഫയർ പ്രൊട്ടക്ഷൻ ഇരിപ്പുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ എഫക്റ്റ് എത്ര നേരം ഉണ്ട്? 3 മിനിറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് ലാവയ്ക്കകത്തോട്ട് ഇങ്ങനെ.
ഓക്കെ, എനിക്ക് ലാവയ്ക്കകത്ത് സ്വിം ചെയ്യാൻ പറ്റില്ല, എൻ്റെ സാഡലും ഇല്ല. ബെസ്റ്റ്. ആക്ച്വലി ഗൈസ് എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ഇവിടെ വെച്ച് എനിക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ കളഞ്ഞേക്കാം. ആക്ച്വലി എനിക്ക് ഇത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് എൻവിൽ വേണ്ട, എൻഷിൻ്റെ ബ്രിസ് വേണ്ട, വേണ്ടാത്ത എല്ലാ സാധനവും നമ്മളിപ്പോൾ തന്നെ കളഞ്ഞേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് റോക്കറ്റ് കിട്ടി. അതിൻ്റെ അർത്ഥം എനിക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ ഇവിടെ, ഓക്കെ ഇവിടെ വല്ല എനിക്കൊരു ഡ്രൈഡ് കാസ്റ്റ് ഇട്ടുമായിരുന്നു ഈ കൊള്ളായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഡ്രൈഡ് കാസ്റ്റിന് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇതിനെയാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഓക്കെ, അത് ചത്തു, മറ്റേതും ചത്തു. മറ്റേ ഡിസ്പോണായി. ഓക്കെ ഗായ്സ്, എനിക്കൊരെണ്ണത്തിനെ കിട്ടി. ഓക്കെ, നമുക്ക് അതിനെ കളക്ട് ചെയ്തേക്കാം. ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്നില്ല നെതർ ഫോർട്രസ് കാണുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോകും. ഓക്കെ, ബാഷ്യൻ കിട്ടി എനിക്ക്. ആക്ച്വലി ബാഷ്യനിലോട്ട് നമുക്ക് പോവാൻ. ഓക്കെ, ബെസ്റ്റ്. എനിക്കൊന്നും കാണുന്നും പോലുമില്ല. ഓക്കെ, എൻ്റെ ട്രിപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഗോൾഡൻ ആപ്പിൾ മറ്റിട്ട് ട്രിപ്പിൾ അങ്ങ് എടുക്കാം. This is very irritating actually. Okay, okay, okay. Okay, so ഇവിടെ പിഗ്ലിംഗ് ബ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചാവുന്ന ഉറപ്പാണ്. സോ നമുക്ക് എങ്ങോട്ട് പോകണം? ബാഷിനി നമുക്ക് നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഫോർട്രസ് ആണ് വേണ്ടത്. അങ്ങനെ ഗായ്സ് എനിക്ക് ഒരു ഫോർട്രസ് കിട്ടി. ആക്ച്വലി ഇത് വളരെ പാടായിരുന്നു, കാരണം ഞാൻ ഒത്തിരി നേരം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എൻ്റെ ആദ്യം ഒത്തിരി. ഓക്കെ, നോട്ട്, എനിക്ക് ഇന്ന ആവശ്യമില്ല, ഇറങ്ങിപ്പിക്കോ. ഓക്കെ, നമുക്ക് ഒരു ബ്ലേസ് റോഡ് കിട്ടി, 2 ബ്ലേസ് റോഡ് കിട്ടി. ഇത് ഭയങ്കര അനോയിങ് ആയിരുന്നു കാരണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ പെട്ടെന്ന് കൊല്ലാം, ഇതിനെയും കൊല്ലാം. ഓനോ നിങ്ങൾ പോലെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ ഈ ഫയർ ബോളും കൊണ്ട്, ഓനോ എൻ്റെ ആരോ അവരെ ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സ്പോണർ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഹെഡ് ഷോട്ട്. ഓക്കെ, ഇനി ഞാൻ ആർമർ ഇട്ടേക്കാം, കാരണം ഓക്കെ എൻ്റെ ഇത് പൊട്ടാറായി. അപ്പോൾ എനിക്കൊരു സ്പോണറിനെ കണ്ടുപിടിക്കണം. ഓക്കെ, കിട്ടിക്കഴിഞ്ഞ് സ്പോണർ. ഇനി എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ആക്ച്വലി എൻ്റെ കയ്യിലൊരു നെതറൈറ്റ് ആക്സ് ഉണ്ട്, ഷാർപ്നെസ് 4 ഉള്ളത്. ഓക്കെ, എന്നിട്ട് ഫോർച്യൂൺ ഉള്ളതും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എൻ്റെ 7 ആക്ച്വലി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈഡ് ഗ്യാസിനെ നമുക്ക് ഇവിടോട്ട് വെക്കാം. എനിക്ക് ആക്ച്വലി കുറച്ചും കൂടെ വേണം. ഓക്കെ, ആരാണ് എന്നെ അടിക്കുന്നത് ആക്ച്വലി? ഓക്കെ, ഓ നോ, എനിക്കത് കിട്ടിയില്ല. നിന്നെ ആരെയും വിളിച്ചോളാം. പ്ലീസ് പ്ലീസ് ഒരെണ്ണം ഒന്ന് വാ പ്ലീസ്. അവിടെയൊക്കെ ബ്ലേസ് സ്പോൺ ആയിക്കൊണ്ടിരിക്കും, ഇവിടെ മാത്രം. ഓക്കെ ഓക്കെ, സ്പോണായി. ഓക്കെ, ഇനി നീ വാ. ആക്ച്വലി എനിക്ക്
ഇനിയും നോക്കട്ടെ എനിക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, എനിക്ക് വേണ്ടത്ര ആയിക്കഴിഞ്ഞു. അപ്പോഴിനി നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിവിടോട്ടൊരു പോർട്ടൽ പണിയാം. അപ്പോൾ പോർട്ടൽ പണിയുന്ന വരെ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു പോർട്ടൽ ഇവിടെ ഉണ്ടാക്കി. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, പെട്ടെന്ന് ലോഡ് ആവുമായിരുന്നേക്കൊള്ളായിരുന്നു. ഓക്കെ, നമ്മൾ എവിടെയാണ് ആക്ച്വലി സ്പോൺ ആയെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നമ്മുടെ ആ വില്ലേജും പോലും അല്ല ഇത്. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി ദൂരെ പോയേക്കാം. ഓക്കെ, നിനക്ക് എന്നെ അടിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ നിന്നെ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മുടെ എൻഡർ ഓഫ് ഐ കിട്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇതിനെ എറിഞ്ഞ് തുടങ്ങാം. ഓക്കെ, ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇത് വളരെ സമയം എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിതെന്തായാലും കാണാൻ താല്പര്യമില്ലായിരിക്കും. അപ്പം ഞാൻ നേരെ എൻ പോർട്ടൽ കണ്ടുപിടിക്കുമ്പം നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരും. അപ്പം ഗൈസ്, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കത്തില്ല. ഞാൻ ഇലക്ട്രോണിൽ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിടത്ത് ഇങ്ങനെ അറിയാതെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അറിയാത്തറ വീണ് എനിക്ക് ഡാമേജ് ആയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാം. സി, ഏത് സാധനമായി അടിക്കുന്നത്? നിന്റെ കുട്ടി ചത്തു, ഇനി നീയും ചാവും. ഇറങ്ങിയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് എൻ പോർട്ടൽ ഫ്രെയിം കിട്ടി. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സാധനം ചുമ്മാ ഞാൻ എവിടെ ഇട്ട് പോയി ഒന്ന് ഡാമേജ് ആയപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എൻ പോർട്ടൽ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എൻ പോർട്ടൽ ഉണ്ടാക്കാം. ഓക്കെ, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിത്തെറിക്കാൻ പറ്റുമെന്ന്? ഓക്കെ, അപ്പം നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. 1 2 3. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എൻ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലൈറ്റപ്പ് ആകത്തില്ല. അപ്പം നിങ്ങൾ ഈ സൈഡിൽ ഫേസ് ചെയ്ത് ആദ്യം 3 പ്ലേസ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ സൈഡിൽ നോക്കിക്കൊണ്ട് തന്നെ 3 പ്ലേസ് ചെയ്യണം. അടുത്ത ഇതൊക്കെ പറിച്ച് കളയട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡിൽ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 1 2 3. ഇനി ഈ സൈഡ് നോക്കിക്കൊണ്ട് തന്നെ 1 2 3. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ചുമ്മാ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി ഇതിലെല്ലാം എൻഡർ ഓഫ് 5 വെച്ചേക്കാം. എന്നിട്ട് ഒരെണ്ണം എറിഞ്ഞേക്കാം. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം. ഓക്കെ, ഡ്രഡ് ഗാസ്റ്റ് എനിക്ക് ആവശ്യമുള്ള സാധനം. എന്തോ എൻ്റെ ആവശ്യമാണെന്നറിയില്ല, ചുമ്മാ ഞാൻ അങ്ങ് എടുത്തു. അപ്പം ഗൈസ്, നമുക്ക് എൻ ഡ്രാഗനെ തോൽപ്പിക്കാൻ വേണ്ടി പോവാം. നോ, എൻ്റെ ബ്ലോക്സ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രോ ബ്രിഡ്ജിങ് സ്കിൽസ് കാണിച്ചു തരണം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തി. ഓക്കെ, ആ എൻഡർ അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം. അപ്പം ഓക്കെ ആക്ച്വലി ആ റോറ് വളരെ അധികം സൗണ്ടായിരുന്നു. നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഇച്ചിരി ഹെൽത്ത് കുറച്ചു.
അപ്പോഴും നമുക്കിവിടെ നമ്മുടെ ഓക്കെ ഏതോ ഓക്കെ ഞാൻ എൻ്റെ ഡ്രൈഡ് ഗ്യാസിനെ ഇവിടെ വെക്കാം. എന്നിട്ട് അതിനെ ഇതാവാൻ വേണ്ടി വെച്ചേക്കാം. കാരണം എനിക്ക് അവനെ എടുക്കണമെന്നുണ്ട്. ഓക്കെ എൻ്റെ ആക്സിന് ആക്ച്വലി വളരെ നല്ല ഡാമേജാണ്. ഓക്കെ അവൻ പോവുക. എനിക്ക് തോന്നുന്നില്ല ഇത് ഇപ്പോഴത്തേക്ക് ആവുന്നു. എന്നാലും ആവുന്നൊരു വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ വാട്ടർ വെച്ച് ഓക്കെ വെല്ലം ഓക്കെ റൺ. ഓക്കെ എനിക്കിപ്പം ഇത് കഴിച്ചേ പറ്റൂ. ഓക്കെ ഈ നഷ്ടത്തിനൊക്കെ ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാം. ഇവ ഹീലും ആവുന്നുണ്ട്. ഓക്കെ നമുക്കിവനെ തോൽപ്പിക്കാം. ഞാൻ ബട്ടർഫ്ലൈ ക്ലിക്ക് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ക്ലിക്ക് എന്തോന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ ഒരു ബെഡ് വാർസിൻ്റെ വീഡിയോ ഇനി ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാം. ഓക്കെ ബെസ്റ്റ്. ഇനി ഞാനൊരു TNT എടുക്കാം. ഓക്കെ അതെന്ത് വർക്കാവഞ്ഞ്. ഓക്കെ ഇത് വളരെ അധികം ഇറിറ്റേറ്റിംഗ് ആണ്. ഓക്കെ ഇവിടെയൊക്കെ ഞാൻ നിറച്ച് വെച്ചിരിക്കാം TNT. എന്നിട്ട് ഇതിവിടെ വെക്കുക. ഓക്കെ ഗൈസ് നല്ല ഡാമേജ് ആയി കാണും. ഓക്കെ ഇവന് ആക്ച്വലി വലിയ ഡാമേജ് ആയിട്ടില്ല. എനിക്കിവന് TNT കൊണ്ട് കൊല്ലണമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ചുമ്മാ ഒരു രസത്തിന്. ഓക്കെ ആ TNT പൊട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഗൈസ് ഒരു എൻഡർമാൻ എൻ്റെ പുറകെ ഇപ്പോൾ വരും. അത് നമുക്ക് ഇവൻ്റെ കാര്യം തീർക്കണം. ഓക്കെ നമുക്കിവിടെ പിന്നെയും TNT സ്റ്റാക്ക് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ബോറിങ് ആക്ച്വലി ഓക്കെ ഇവിടെ ആക്ച്വലി വന്നും പോലും ഇല്ലായിരുന്നു. ഇനി ആ മോബ്സ് എല്ലാം എൻ്റെ പുറകെ വരും. ഓക്കെ വന്നില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ ഒരു ബാറ്റിൽ നീ തന്നെ ചത്തോ. ഓക്കെ ഇത് ചാവുന്നില്ല. ഓക്കെ എനിക്കിവിടെ ഇച്ചിരി TNT ഒന്ന് വെച്ചാൽ മതി. ഓക്കെ അവനവിടെ പോയി. മാറി നിൽക്കാൻ തുടങ്ങി. ഓക്കെ ഗായ്സ് നമുക്കിവനെ കൊല്ലാം. നോ ഓക്കെ എനിക്കിവനെ കൊന്ന പറ്റും ഗായ്സ്. അങ്ങനെ ഗായ്സ് നമ്മളിവനെ കൊന്നിരിക്കുന്നു. ഈ എൻഡ്രാഗൻ ഈ പൊട്ട സാധനത്തിനെ സത്യം പറഞ്ഞ് ഇതിനെ കൊല്ലുന്നതിനേക്കാളും പാടൊരു എൻഡർമാനെ കൊല്ലുന്നതാണ്. നമ്മൾ ഒരു ക്രിസ്റ്റലിനെ പോലും പൊട്ടിക്കാതാണ് ചെയ്തത്. ഓക്കെ എൻ്റെ ക്രിസ്റ്റൽ ആക്ച്വലി ഒത്തിരി ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ മോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല ഞാൻ ഇട്ട് തരത്തില്ല. ബോയ്. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ oh no, oh my god.